നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് സ്പ്രൗട്ട് ഫാമിലാണ് ഇന്ന് ഹരിതം സുന്ദരം. ഇവിടെ ഉണ്ണിയേട്ടനുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും സ്വയം വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഉണ്ണിയേട്ടൻ. എന്നാൽ ഇപ്പോൾ കൃഷിയുടെ സർവാത്മന കൂട്ടുകാരൻ. മണ്ണിലും മട്ടുപ്പാവിലുമെല്ലാം കൃഷി നിറയ്ക്കുകയാണ് ഉണ്ണിയേട്ടൻ. വിത്തും തൈകളും ചട്ടിയും മണ്ണും വരെ ഈ കുടക്കീഴിലുണ്ട്. ആയിരങ്ങൾക്ക് ആവേശം പകരുന്ന സ്പ്രൗട്ട് ഫാമിലെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൽ. കാണാം ശാസ്തമംഗലത്ത് നിന്നും ഉണ്ണിയേട്ടനൊപ്പം ഹരിതം സുന്ദരം. ശാസ്തമംഗലം കൊച്ചാർ റോഡിലെ മുരളികയിൽ നാട്ടുകാരുടെ ഉണ്ണിയേട്ടനുണ്ട്. ഒരു കാലത്ത് വി ഉണ്ണികൃഷ്ണൻ എന്ന ബാങ്ക് ഓഫീസർ. സ്വയം വിരമിച്ചതാണ് ഉദ്യോഗം. മറ്റൊന്നിനുമല്ല, കൃഷിയോട് കലർപ്പില്ലാത്ത സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ. കൊച്ചാർ റോഡിലെ മുരളികയിൽ 14 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഉള്ള ഇടം മുഴുവൻ കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയതാണ് ഉണ്ണികൃഷ്ണന്റെ നേട്ടം. അത് കേവലം വരുമാനത്തിന് വേണ്ടിയല്ല, പ്രകൃതിയോട് ചേർന്ന് നയിക്കാവുന്ന ഉല്ലാസനിർഭരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. മുരളികയിലെത്തുന്ന ആർക്കും അതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുറ്റത്തുകൂടി നടന്നാൽ ഒക്കെ ഹരിതമാണ്. മണ്ണിലും മട്ടുപ്പാവിലും മതിലിലുമെല്ലാം ചെടികളുടെ നീണ്ട നിര. ഒക്കെയും പച്ചക്കറികളും പഴച്ചെടികളും. ഒന്ന് നട്ടാൽ മറ്റൊന്ന് നടുന്നതിനിടയ്ക്ക് ഒരു പ്രയോഗമുണ്ട്. അത് ഒരു വള്ളിച്ചെടിയായിരിക്കും. അങ്ങനെ വള്ളിച്ചെടികൾക്ക് പടർന്നു കയറാൻ പന്തലുണ്ട്. നൈലോൺ നെറ്റിൻ്റെ പന്തലുകളാണ് എവിടെയും. ഇതാ പൂമുറ്റത്ത് തന്നെ പടർന്നു കയറുന്ന ചതുരപ്പയറിനെ നോക്കൂ. ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ ഏറെ പ്രിയങ്കരമാണ് ചതുരപ്പയർ. വിങ്ഡ് ബീൻ അഥവാ സിഗറില്ല എന്നൊക്കെ ഓമനപ്പേരുണ്ട് ചതുരപ്പയറിന്. മാംസ്യത്തിൻ്റെ കലവറയാണ് ചതുരപ്പയർ. നട്ടാൽ 3-ാം മാസം തന്നെ വിളവ് തകൃതിയാകും. 45-ാം പക്കം തന്നെ പൂവിട്ട് പയർ തുടിച്ചു വരും. വലിയ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പച്ചക്കറി ഇനമാണ് ചതുരപ്പയർ. സാധാരണ വള്ളിപ്പയറിനെ ബാധിക്കുന്ന മുഞ്ഞകളും കീടങ്ങളും ഒന്നും ചതുരപ്പയറിനെ ബാധിക്കാറില്ല. ഇലയും പൂവും കായുമെല്ലാം ഭക്ഷ്യയോഗ്യമാണ് എന്നത് ചതുരപ്പയറിൻ്റെ മറ്റൊരു മേന്മയാണ്. പോഷകങ്ങളാലും മൂലകങ്ങളാലും സമ്പുഷ്ടമാണ് ചതുരപ്പയർ. സോയാബീനോട് സാമ്യമാണ് ചതുരപ്പയറിനുള്ളത്. പൂവ് സലാഡിന് ഉപകരിക്കും. ഇല ചീരയുടെ ഗുണം ചെയ്യും. കിഴങ്ങാകട്ടെ പുഴുങ്ങി വരെ ഉപയോഗിക്കാം. ഞൊറികളുള്ള അഗ്രങ്ങളാണ് കായ്കളായ ചതുരപ്പയറിനുള്ളത്. അതുതന്നെ ഏറെ ആകർഷണം. കൃഷിയിടത്തിനാകെ മനോഹാരിത നൽകുന്നുണ്ട് ചതുരപ്പയറിൻ്റെ പന്തൽ. ഐവി ഗോഡ് എന്നാൽ കോവൽ തന്നെ. പ്രകൃതിദത്ത ഇൻസുലിനാണ് കോവൽ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പച്ചക്കറി. കോക്സിനിയ ഗ്രാൻഡിസ് എന്നാണ് കോവലിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കോവലിൻ്റെ ജനനം. നട്ടാൽ 3 വർഷം വിളവ് ഉറപ്പാണ്. കൃത്യമായി കൊമ്പുകോതൽ അഥവാ പ്രൂണിംഗ് നടത്തിയാൽ ദീർഘകാലം വിളവെടുക്കാവുന്ന ഒരു വിളയാണ് കോവൽ. 5 ദളപുടങ്ങളുള്ള ഇലകൾ വിടർത്തി അതിനുള്ളിൽ കായ്കളെ ഒളിപ്പിച്ച് കോവൽ അങ്ങനെ നിന്നാൽ ഒരു ഭംഗിയാണ്. മാംസ്യത്തിൻ്റെയും ജീവകം സിയുടെയും കലവറ. ഏത് കാലാവസ്ഥയിലും വളരും എന്നതാണ് പച്ചക്കറിയായ കോവലിൻ്റെ മേന്മ. വള്ളി മുറിച്ച് നട്ട് പ്രവർത്തനം നടത്താം. പേരയാണ് ഉണ്ണിയേട്ടൻ്റെ മറ്റൊരു പ്രധാന ഇനം. തായ്ലൻഡ് പേരയാണ് പുതിയ ഇനമായി എത്തിച്ചിരിക്കുന്നത്. പൂർണ്ണ വളർച്ചയിൽ പേരയ്ക്കായ 1 കിലോയോളം തൂക്കമെത്തും. CDM ജനുസിലാണ് പേര വരിക.
ദഹനേന്ദ്രിയ രോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധമെന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട് പേരയെ. പേരയിൽ കളയാനൊന്നുമില്ല. പേരയ്ക്ക ഇലയിലും പോഷകമൂല്യമുണ്ട്. ഊർജവും നാരും പഞ്ചസാരയും കൊഴുപ്പും ജീവകം സിയുമൊക്കെ പേരയിലയിലുണ്ട്. ദഹനത്തിനും ഹൃദയാരോഗ്യത്തിനുമൊക്കെ ഉത്തമ ഔഷധമാണ് പേര. മുറ്റത്ത് തന്നെയുണ്ട് പൊന്നാങ്കണ്ണി ചീര. കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി. അവ നിറഞ്ഞങ്ങനെ ബക്കറ്റുകളിൽ നിൽക്കും. അമരാന്ത്യേസ്യ കുടുംബത്തിലാണ് പൊന്നാങ്കണ്ണി പെടുന്നതെങ്കിലും കൊഴുപ്പ് ചീരയെന്നും അവരെ അറിയപ്പെടും. അക്വേറിയത്തിലും വളരുന്ന രീതിയിലാണ് പൊന്നാങ്കണ്ണിയുടെ വിന്യാസം. ഇരുമ്പും കാൽസ്യവും ഫോസ്ഫറസും ജീവകം എയും ബിയും സിയുമൊക്കെ കൊഴുപ്പ് ചീരയായ പൊന്നാങ്കണ്ണിയിലുണ്ട്. ജീവകം എയുടെ സമ്പന്നതയാണ് പൊന്നാങ്കണ്ണിച്ചീരയെ കണ്ണിന് പ്രിയങ്കരമാക്കുന്നത്. കുടലിനും കണ്ണിനുമൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് പൊന്നാങ്കണ്ണി. പിങ്ക് നിറത്തിലും തവിട്ട് നിറത്തിലുമൊക്കെ പൊന്നാങ്കണ്ണിച്ചീര അങ്ങനെ വിലസും. 5 മുതൽ 6 സെൻറ്റിമീറ്റർ നീളമുള്ള വള്ളികൾ മുറിച്ച് മാറ്റി നടാം. സൂര്യപ്രകാശം വളരെ പ്രധാനമാണ് ചീരയ്ക്ക്. നട്ട് 1.5 മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാം. സാധാരണ ചീരയെപ്പോലെ രോഗകീടങ്ങൾ തീരെയില്ല. വല്ലപ്പോഴുമൊക്കെ ജൈവമിശ്രിതമായ സ്യൂഡോമോണസ് കൊടുക്കുന്നത് നല്ലത്. പുരാണത്തിൽ ഇടം നേടിയ ഒന്നുണ്ട്, അയ്യമ്പന അഥവാ മൃതസഞ്ജീവനി. ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശല്യകരണി എന്നും ഇവയെ അറിയപ്പെടും. പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെ: ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റ അബോധാവസ്ഥയിലായ ലക്ഷ്മണനെ ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന മൃതസഞ്ജീവനി അഥവാ അയ്യമ്പന രക്ഷിച്ചത്രേ. ആസ്ട്രേസിയ കുടുംബത്തിലാണ് ശാസ്ത്രീയമായി അയ്യമ്പന അഥവാ മൃതസഞ്ജീവനി പെടുന്നത്. കണ്ണൂരിലെ ഏഴിമലയിലാണ് അയ്യമ്പനയുടെ പ്രകൃതിദത്ത വാസം. ഏഴിമലയിൽ എവിടെയും അയ്യമ്പന കാടുകളുണ്ട്. ചെടിയുടെ നീര് ഇലയരച്ചുണ്ടാക്കുന്ന ലേപനവുമായി ചേർത്താൽ അത് മുറിവുണങ്ങാൻ ഉത്തമമത്രേ. സാക്ഷാൽ കരിമഞ്ഞളിനെ കണ്ടു. കരിമഞ്ഞളിനും കസ്തൂരിമഞ്ഞളിനും മുരളികയിൽ സ്ഥാനമുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഇനമാണ് കരിമഞ്ഞൾ. കുർക്കുമ സേസിയ എന്നാണ് കരിമഞ്ഞളിൻ്റെ ശാസ്ത്രനാമം. കടും നീല നിറത്തിൽ തുടങ്ങി ശ്യാമത്തിലേക്ക് വിളയുമ്പോൾ മാറുന്നതാണ് കിഴങ്ങ്. സുഗന്ധമുള്ളതാണ് കരിമഞ്ഞളിൻ്റെ കിഴങ്ങ്. അതിൽ 97% തന്നെ തൈലമുണ്ട്. കർപ്പൂരം ഉൾപ്പെടെയുള്ള നിരവധി ആൽക്കലോയിഡുകളുടെ കേന്ദ്രമാണ് കരിമഞ്ഞൾ. ഒക്കെയും ഔഷധം. കരിമഞ്ഞളിൻ്റെയും കസ്തൂരിമഞ്ഞളിൻ്റെയും തൈകൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് മുരളികയിൽ. കുർക്കുമ ആരോമാറ്റിക്കയാണ് കസ്തൂരിമഞ്ഞൾ. കിഴങ്ങ് ഒരുപക്ഷെ ശിശിരകാലത്ത് കുറേ നാൾ ഉറക്കത്തിൽ ഭൂമിക്കടിയിൽ കിടക്കും. എങ്കിലും എപ്പോഴും പൊട്ടിക്കളിക്കാൻ തയ്യാറാണ്. കിഴങ്ങിൽ നിന്ന് തന്നെ ഇലക്കുടകൾ വിരിഞ്ഞെത്തും. ഒരടി വരെ വളർച്ചയുണ്ട് താൻ. ഫലവൃക്ഷങ്ങൾക്കും സ്ഥാനം നൽകിയിട്ടുണ്ട് ഉണ്ണിയേട്ടൻ. തായ്ലൻഡ് കുള്ളൻമാവ് അതിൽ പ്രധാന ഇനമാണ്. ആൾ സീസൺ മാവ് എന്നാണ് തായ്ലൻഡ് കുള്ളനെ അറിയപ്പെടുക. എപ്പോഴും മാങ്ങ പിടിക്കുന്ന ഒരു മാവ് മുറ്റത്തെത്തിക്കാൻ ആഗ്രഹിക്കാത്തവരില്ല. ശാസ്തമംഗലത്തെ സ്പ്രൗട്ടിൻ്റെ നായകൻ ഉണ്ണിയേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഉണ്ണിയേട്ടൻ. ഒരു വിരമിച്ച അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം വിരമിച്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കൃഷിയിലേക്ക് വന്നതിൻ്റെ ഒരു ചരിത്രമാണ്. ശരിക്കും മുൻകൂട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് SPT നെടുമങ്ങാട് ബ്രാഞ്ചിൽ ഞങ്ങൾക്ക് ഒരു അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. നോട്ട് ടെക്നിക്കൽ സൈഡല്ല, യൂണിറ്റ് ഫൈനാൻസിങ് സൈഡാണ്. 2 ഓഫീസർ, ഒന്ന് ടെക്നിക്കൽ സൈഡും മറ്റേത് ഫൈനാൻസിങ് സൈഡും. അങ്ങനെ ഫൈനാൻസിങ് സൈഡിലായിരുന്നു ഞാൻ. അങ്ങനെ കൃഷിക്കാരുമായിട്ട് എനിക്ക് ഓരോ ഫീൽഡ് വർക്കല്ല. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം വന്നപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ സിംപ്ലിസിറ്റി, അങ്ങനെയൊക്കെയുള്ളൊരു അതായത് ഒരു പാഷനായിട്ട് മാറി. അവരുമായിട്ടൊരു കൂടിച്ചേർന്ന് പാഷനായിട്ട് മാറി. ഇപ്പോൾ എനിക്കൊരു ഒന്നിലോട്ടൊരു പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അറ്റ് ദി ഏജ് ഓഫ് ആ ഒരു 96 ജീവിതത്തിൽ
ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊരു വീട്ടിൽ പിന്നെ കുറച്ച് തുടങ്ങി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ജോലിക്ക് പോകുന്നു, രാവിലെ എഴുതിച്ചുള്ള സമയം കൃഷിയിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാം. പിന്നെ കൊച്ചിലെ അച്ഛൻ പബ്ലിക് സെക്ടർ ബാങ്കിലായിരുന്നെങ്കിലും ചെറിയ രീതിയിലൊക്കെ വീട്ടിലുണ്ട്. അപ്പം ഞങ്ങൾ സഹായിക്കാൻ ചാണകം പറക്കാൻ, എന്നൊക്കെ റോഡിലൊക്കെ ചാണകം കിട്ടുമായിരുന്നു പറക്കാൻ. അങ്ങനെ ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ മനസ്സിൽ ചെറിയൊരു വിത്ത് അന്നോട്ടുണ്ടായിരുന്നു തോന്നുന്നു. പൊതുവെ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സേവനവും മറ്റേ നമ്മുടെ പാഷൻ തമ്മിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ ടൈം മാനേജ്മെൻറ്റ്, സമയം അതിൻ്റെ ക്രമീകരണം ഒരു പ്രശ്നമാണ്. എങ്ങനെയാണ് ആ കാര്യം? എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജോലിയിൽ ഇരുന്നപ്പോഴും ഞാൻ ബാഡ്മിൻ്റൺ പ്ലെയർ. ഞാൻ ഒരു 4:30 കഴിച്ച് 5 to 5 to 6 ബാഡ്മിൻ്റൺ കളിച്ച് വന്നിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ കൃഷിപ്പണിയിലോട്ട് വന്നിട്ട് ഞാൻ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ ബാങ്കിലോട്ട് പോകുന്നു. അപ്പോൾ സമയം ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നി. ഇത് ഇന്നും തോന്നിയിട്ടില്ല, അന്നും തോന്നിയിട്ടില്ല ഒരിക്കലും. ഈ ചെടിച്ചട്ടികൾ, വളം, വിത്ത്, തൈകൾ, അത് തന്നെ പച്ചക്കറിയായിട്ട് ഫലവൃക്ഷമായിട്ട് ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് മണ്ണ് വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഈ ഒരു സംരംഭം, അതിൻ്റെ ഒരു ആശയം എന്തായിരുന്നു? അല്ല, ആശയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു പാഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാത്തിനും കാണുമല്ലോ. നമുക്ക് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നാച്ചുറലി മണ്ണ് വരുന്നു, ചകിരിച്ചോറ് വരുന്നു, അതിനെ കൂടി യൂട്യൂബിൽ കൂടി പലതും പഠിക്കുന്നു. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങുന്നു. അത് പിന്നെ കുറച്ചുകൂടി ഗ്രൂപ്പ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്കിൽ കുറച്ച് സജീവമായിരുന്നു. ഇപ്പോഴത്ര സജീവമല്ലെങ്കിൽ അന്ന് സജീവമായിരുന്നു. കൃഷി ഗ്രൂപ്പുകളുണ്ട്. അതിൽ കൂടി അങ്ങനെയാണ് ഉണ്ണിയേട്ടെന്നുള്ളൊരു വിളി വരുന്നത് എനിക്ക്. അങ്ങനെ അതിൽ സ്ലോ ആയിട്ട് വന്നു. ഉണ്ണിയേട്ടനും ഭാര്യ ലതയും ഒക്കെ ചെടികൾക്ക് കൂട്ടായുണ്ട്. പച്ചക്കറികളെയും പൂച്ചെടികളെയും ഫലവൃക്ഷങ്ങളെയും ഒക്കെ നട്ടു നനയ്ക്കാൻ ദിനവും അവർ സമയം ചെലവഴിക്കുന്നുണ്ട്. പൂവും ഫലവും ഒക്കെ ഗുണപ്പെടുന്ന ഒരു ചെടിയുണ്ട്, അഗത്തിച്ചീര. അഗത്തിയെ മലയാളി മറക്കില്ല. കുറഞ്ഞ ചെലവിൽ ഏറെ പോഷകം നൽകുന്ന ഒന്നാണ് അഗത്തി. ഇന്ത്യയാണ് അഗത്തിയുടെ ജന്മദേശം. ഫാബേസി സസ്യകുടുംബത്തിൽപ്പെട്ട അഗത്തിയെ മുനിദ്രുമം എന്നും അറിയപ്പെടും. വടക്കൊക്കെ അഗസ്ത്യർ മുരിങ്ങ എന്നാണ് ഇവരെ അറിയപ്പെടുക. 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരും. വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, നീല എന്നിങ്ങനെ 4 പൂവിനങ്ങൾ അഗത്തിയിലുണ്ട്. ഇലയ്ക്കും തണ്ടിനുമിടയിലാണ് പുഷ്പമഞ്ജരി ഉണ്ടാകുക. കായാകട്ടെ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ എത്തും. ഒരു കായയിൽ 15 മുതൽ 50ഓളം വിത്തുകൾ ഉണ്ടാകുകയും ചെയ്യും. അഗത്തിയുടെ ഇലയും പൂവും കായും ഒക്കെ ഭക്ഷ്യയോഗ്യമാണ്. നിശാന്തതയ്ക്കും അൽഷിമേഴ്സ് രോഗത്തിനുമൊക്കെ ഉറച്ച മരുന്നാണ് അഗത്തിപ്പൂവ്. വയമ്പ് മറ്റൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. സ്വീറ്റ് ഫ്ലാഗ് എന്നാണ് വയമ്പിനെ അറിയപ്പെടുക. നെല്ലിന് സമാനമാണ് വയമ്പ്. സംസ്കൃത പദമായ വച്ചയിൽ നിന്നാണ് വയമ്പ് എന്ന പദമുണ്ടായത്. ഏറെ ഈർപ്പമുള്ള ഇടങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് വയമ്പ്. ബർമയാണ് വയമ്പിൻ്റെ സ്വദേശം. ബുദ്ധി ഉത്തേജിപ്പിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും യൗവനം നിലനിർത്താനുമൊക്കെ ഉത്തമ ഔഷധം എന്നാണ് വയമ്പിനെ അറിയപ്പെടുക. വയമ്പിൻ്റെ കിഴങ്ങിൽ നിന്ന് പോലും സുഗന്ധദ്രവ്യങ്ങൾ വാറ്റിയെടുക്കുന്നുണ്ട്. ഗംലെസ് ഡാക്ക് മറ്റൊരിനമാണ്. കറയേയില്ലാത്ത ചക്ക. എല്ലാവരും കൊതിക്കുന്ന ഒരു മേന്മയാണത്. ഗംലെസ് ഡാക്കിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് മുരളികയിൽ. ഒരു ഹോബി എന്നതിനപ്പുറത്തേക്ക് ഒരു വരുമാനത്തിൻ്റെ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളൂ? ഇല്ല, വരുമാനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഐ ഹാവ് ഗോട്ട് ഓൺ ബിസിനസ്. ഞാൻ ജീവിതത്തിൽ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് 3 കാര്യങ്ങളാണ്: ടൈം, മണി ആൻഡ് ഹെൽത്ത്. ഇത് 3 നമ്മൾ സിങ്കറണൈസ് ചെയ്ത് പോയാൽ ലൈഫ് ക്യാൻ ബി ഹാപ്പി, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ. അപ്പം ഇതെൻ്റെ ടൈം മാനേജ്മെൻറ്റ്, ടൈം പാസ് ചെയ്യാനാണ് കൃഷിയിലോട്ട് വന്നത്. പിന്നെ എക്സ്ട്രാ ചിലപ്പം ചീരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ കുറച്ച് കൊടുക്കും, ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നേരത്തെ എനിക്ക് കുറച്ച് നെടുമങ്ങാട് കുറച്ച് ഒരു 10-20 സെൻറ്റ് സ്ഥലത്തിൽ കൃഷിയുള്ളപ്പോഴത്തേക്ക് അന്ന് ചീര കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു പയ്യനുമായിട്ട്
എനിക്ക് അന്നൊരു കാറിൽ മിക്കവാറും റോഡിലേക്ക് കെട്ടിപ്പിടിക്കും. അതൊരു മോർ ദാൻ ഇൻകം, അതൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവച്ചത്. വെളിയിലൊക്കെ അറിയാലോ റോഡിൽ ഫാമിലി എല്ലാം കൂടി ഇരുന്ന് വിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു മെസ്സേജ് ആളുകളിലോട്ടെത്ത ചിലർ അത്ഭുതത്തോട് തോന്നും. ചില പ്രത്യേകിച്ച് ഈ ബാങ്ക് ഓഫീസിനോട് ടാഗ് ഉള്ളത് കൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്ന മോശമല്ലേ എന്നൊരു തോന്നലുള്ള രീതിയിൽ അത് മാറ്റാനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ പിന്നെ അവിടെ കൃഷിയില്ലാത്തതുകൊണ്ട് അത് മാറി. എന്നാൽ ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. ഇപ്പോൾ തൈകൾ റോഡിൽ നിന്ന് വിൽക്കാൻ ഞാൻ ചോദിക്കും, അവരുടെ പറയും തൈ റോഡിൽ അത് ഞാനും കൂടെ വരാം. അപ്പോൾ അങ്ങനെ കൃഷി അങ്ങനെ ആ രീതിയിലൊരു പ്രാക്ടിക്കൽ അവരിലൂടെ ആളുകളിലോട്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചിൽ കൂടെ എത്തിക്കാൻ ഹാപ്പൻ. കർഷകർക്ക് ഒരു സന്ദേശം നൽകുകയാണ് ഇത്തരം കൃഷിയിലൂടെ ഞാൻ ചെയ്യുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ. കർഷകരെ സഹായിക്കുവാൻ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നത് ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ മുരളിയയ്ക്ക് പുറത്ത് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിൻ്റെ ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങളാണ് അവിടെ വിൽക്കുക. എല്ലാം ജൈവം തന്നെ. സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, കയർപ്പിത്ത്, കമ്പോസ്റ്റ്, വെർമി വാഷ്, ജൈവവളങ്ങൾ, സ്യൂഡോമോണസ് എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. വഴിയോര സഞ്ചാരികൾക്ക് ആർക്കും മുരളികയുടെ അടുത്ത് നിർത്താം. എല്ലാവർക്കും തരാതരം പോലെ സാധനങ്ങൾ വിതരണം ചെയ്യും. അകത്തേക്കൊന്ന് കയറിയാൽ ഫലവൃക്ഷങ്ങളുടെ സമൃദ്ധി തന്നെ അവർക്ക് കാണാം. മുറ്റത്ത് തന്നെയുണ്ട് റെഡ് ലേഡി പപ്പായ. അത് തിരിതെടുത്ത് കായ്ക്കുന്നുണ്ട്. 3 വർഷമെങ്കിലും കുറഞ്ഞത് വിളവ് തരുന്ന വൃക്ഷമാണ് റെഡ് ലേഡി പപ്പായ. ബാങ്ക് ജീവനത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു കൂട്ടുകാരും വലിയൊരു വിശാലമായ സൗഹൃദവും ഇതിലൂടെ കിട്ടിയോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് ഉണ്ണിയേട്ടൻ എന്നുള്ളൊരു പേര് തന്നെ വരാൻ കാര്യം അങ്ങനെയാണ്. ഇപ്പം എന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഉണ്ണി എന്നെ വെച്ചാൽ 10-20 വയസ്സുകാരും എന്നെക്കാളും മൂത്തൊരു 80 വയസ്സുകാരും എന്നെ വിളിക്കുന്ന ഉണ്ണിയേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണല്ലോ അത്. ഇപ്പം ഏതാണ്ട് 2 ദശാബ്ദം പിന്നിടുന്നു ഈ കൃഷിയും. അപ്പോൾ ഈ നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് കൃഷിയിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താ? കൃഷിയിൽ നിന്ന് പഠിച്ച പാഠം നമുക്ക് വി ക്യാൻ ബി ഹാപ്പി അറ്റ് ദി മോമെൻ്റ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒരു വിത്ത് നടുമ്പോഴോ ഒരു കൃഷി ചെയ്യുമ്പോഴോ നമ്മൾ സ്ഥലമോ പരിമിതിയോ നമ്മൾ ചിന്തിക്കാറില്ല. ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേഷൻ വേണമെങ്കിൽ എനിക്ക് പറയാം. വിവേകാനന്ദനൊക്കെ പറയുമ്പോൾ എല്ലാ പ്രവൃത്തി മെഡിറ്റേഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ടോട്ടലി വി വിൽ ബി ഇൻവോൾവ് ഇൻ ദാറ്റ് പ്രക്രിയ. അപ്പം ഓരോ നിമിഷവും ഞാൻ പറഞ്ഞു എനിക്ക് 24 മണിക്കൂർ സൂര്യനുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. മഴയുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം എപ്പോഴും നമുക്ക് ഓരോ നിമിഷം നമ്മൾ ശ്രദ്ധയോടുകൂടിയല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് നാച്ചുറലി വി ക്യാൻ ബി ഹാപ്പി. അത് എനിത്തിങ് ഒരു പെയിൻറ് ചെയ്യുന്ന പെയിൻറ്റുകാരനും പാട്ട് പാടുന്ന പാട്ടുകാരനും അത് തന്നെയാണ്. ഒന്നും ഒരു പാഷൻ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ജീവിതം മൊണോട്ടണസ് ആയിട്ട് തോന്നുന്നത്. മട്ടുപ്പാവിനെയും വെറുതെ വിട്ടില്ല ഉണ്ണിയേട്ടൻ. മട്ടുപ്പാവിലെ കൈവരികളിലും തറയിലുമൊക്കെ ബാരലുകൾ വെച്ചു. ഒക്കെയും മുറിച്ച് പകുതിയാക്കി. അവിടൊക്കെയും പയറും പാവലും പടവലവും വഴുതനയും നട്ടിട്ടുണ്ട്. ഒക്കെയ്ക്കും പടർന്നു കയറാൻ പന്തലുണ്ട്. ആ പന്തലിലേക്ക് അവരെ എത്തിക്കുവാൻ കമ്പും കയറുകളും. പന്തലാകട്ടെ നൈലോൺ വലകളാൽ സമൃദ്ധമാക്കിയിരിക്കുന്നു. മുറ്റത്ത് തന്നെ മീൻകുളമൊന്നുണ്ട്. ഗപ്പി ധാരാളമുള്ള മീൻകുളമാണത്. അവർക്ക് ആഹാരവും തണലുമാകാൻ ആമ്പലുണ്ട്. മുരളികയിലെ ചെടികളുടെ ചൈതന്യം വളമാണ്. പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ, കടലപ്പിണ്ണാക്ക്, ഗോമൂത്രം, വേപ്പില ഇവയൊക്കെയും ഡ്രമ്മിലേക്ക് നിക്ഷേപിക്കും. തുടർന്ന് 2 ആഴ്ച അവയെ പുളിപ്പിക്കലാണ്. അതിനായി ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ ചേരും. 2 ആഴ്ച പിന്നിട്ടാൽ 1-ാം തരം ജൈവവളം തയ്യാർ. അതൊക്കെയും പ്രത്യേക ബാരലുകളിൽ നിറച്ച് ചെടിച്ചോട്ടിലെത്തിക്കുവാൻ സഹായിയായ ജോയിയുണ്ട്. ജോയ്ക്ക് തന്നെയാണ് വിത്തുകളുടെ മുളപ്പിക്കൽ ചുമതല. പോർട്രേകളിലാണ് വിത്തുകൾ മുളപ്പിക്കാറ്. തക്കാളിയുടെയും വഴുതനയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ വിത്തുകൾ മുളപ്പിക്കുന്നുണ്ട്. ചകിരിച്ചോറും നേർത്ത ചാണകപ്പൊടിയും ചേർന്നതാണ് പോട്ടിംഗ് മിശ്രിതം. അവ പകുതിയോളം പോർട്രേകളിൽ നിറച്ചാൽ വിത്തിടാൻ പാകമാകും. വിത്തിൻ്റെ നീളത്തിലാണ് ആഴം നിശ്ചയിക്കുക. വിത്ത് നിറച്ചാൽ വീണ്ടും പോർട്രേകൾ ചകിരിച്ചോറിനാൽ നിറയും. നേർത്ത നന ദിവസവുമുണ്ട്.
വെണ്ടയും തക്കാളിയും വഴുതനയും പച്ചമുളകുമൊക്കെ കിളിച്ചെത്താൻ ഒരാഴ്ച സമയം മതി. കൃഷി എന്നാൽ സമൂഹത്തിന് മഹത്തായ ഒരു സന്ദേശമാണ്. അത് വിളവെടുക്കലും വരുമാനവും മാത്രമല്ല. ചരിത്രത്തെ ചോരയിലൂടെ വലിച്ചിഴയ്ക്കുന്ന ഹിറ്റ്ലറിസമല്ല. അത് സ്നേഹത്തിൻ്റെ കൊടിവീശലാണ്. അത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരാനാണ് ആവേശം. അതിനുവേണ്ടി എത്ര വിയർപ്പൊഴുക്കാനും തയ്യാറാണ് താനും. അങ്ങേ അന്വേഷിച്ച് വരികയാണ് അവർ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഒരുപക്ഷെ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ നൽകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും അതാണല്ലോ, അത് സന്തോഷമല്ലേ. നമ്മുടെ ഒരു ആശയം മറ്റുള്ളവരോട്ട് എത്തിക്കുന്നതല്ലേ ഏത് മനുഷ്യൻ്റെയും സന്തോഷം എന്ന് പറയുന്നത്. ഇനി എന്താ ഒരു സ്വപ്നം? സ്വപ്നം എന്താണ് അങ്ങയുടെ ഒരു ഡ്രീം? എന്താണ്? അല്ല, കൃഷിയെപ്പറ്റി കൂടുതൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എല്ലാവരും കൃഷിക്കാരായ അത്രയും സന്തോഷം. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഒരു പാട്ടുകാരൻ എല്ലാവരും പാട്ടുകാരനാവണം എന്നല്ലേ സന്തോഷം. അതുപോലെ കൃഷിക്കാരെ എല്ലാ വീടുകളിലും കൃഷിയിൽ. കാരണം എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ പോലെ രണ്ടെന്നവർ ചോദിക്കുമ്പോൾ എന്താണ് മെസ്സേജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എല്ലാവരും കൃഷിക്കാരെ പറ്റിയുള്ള പ്രശ്നം വിഷമടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, വിഷമടിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. അവർക്ക് വിഷമില്ലാത്ത ആഹാരം കൊടുക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. കൃഷിക്കാരൻ അവൻ്റെ സർവേയിലാണ്. അവൻ്റെ കൃഷിക്കാരനെ കുറ്റം പറ്റും. നിങ്ങൾക്ക് അത് കൊണ്ടെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് എല്ലാ വീടുകളിലും ഒരു 10, 20, 25 ചട്ടികളുണ്ട്. അതിൽ ആവശ്യമില്ലാത്ത റോസ് നട്ട്, ആവശ്യമില്ലാത്തെന്ന് പറയുന്നില്ല, അതൊക്കെ സന്തോഷം തരുന്നതാണ്. പക്ഷേ അതിലൊരു 50% മാറ്റി ഒന്നില്ലെങ്കിൽ ചീര, പൊന്നാങ്കണ്ണി ചീര, ഒരുപാട് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് കൊടുക്കാവുന്ന സാധ്യത ഫ്ലാറ്റിൽ പോലും അത് സാധിക്കും. അല്ലാതെ ഒരിക്കലും ഡോണ്ട് ബ്ലെയിം ഫാമേഴ്സ് അവർ പോയ്സൺ എടുക്കുന്നതെന്ന് പറയുക അതല്ല. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഉദയം മുതൽ അസ്തമനം വരെ പ്രവർത്തനങ്ങൾ. ആശയങ്ങളുടെ നദി എല്ലായിടത്തും ഒഴുകുന്നു. ഇതൊക്കെ കാണാൻ കണ്ണുകൾ മാത്രം പോരാ, ഹൃദയങ്ങൾ കൂടി വേണം. നേരാം ഭാവുകങ്ങൾ.